ഹായ് ഫ്രണ്ട്സ്, അജിൻകി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ നല്ല പെരുമഴയാണ്, നല്ല മഴയാണ്. പക്ഷേ നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊന്ന് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്, നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഇപ്പോൾ ഒത്തിരി തോർന്നിരിക്കുകയാണ്. ഇത്രയും നേരം നല്ല മഴയായിരുന്നു, നല്ല പെരും മഴ, നല്ല കുണുകുണ അങ്ങനെ പെയ്യുന്ന നല്ല പൂരമഴ എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു, അടിപൊളി മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എവിടെയൊക്കെ വെള്ളം കയറിക്കണേ, എന്തൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പം നമ്മുടെ ഈ പാടത്തൊക്കെ ഇവിടെ വെള്ളം കയറി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെ അതൊക്കെ ഒന്ന് കാണും കൂടി ചെയ്യാം എന്തൊക്കെയാണെന്ന്. എന്താ പറയുകയെന്ന് വെച്ചാൽ, നല്ല ശക്തമായിട്ടുള്ളൊരു മഴ പെയ്യുമ്പോൾ ട്രാവൽ ചെയ്യാൻ, ബസ്സിലൊന്നും പോകാൻ എനിക്കിഷ്ടമില്ല, ബൈക്കിലൊക്കെ പോകാൻ എനിക്കിഷ്ടമാണ്. നല്ല ബൈക്കിലൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുക. കുറേ നാളായില്ലേ ശരിക്കും പറഞ്ഞാൽ മഴയൊക്കെ ഒന്ന് ശമിക്കേണ്ട സമയമായി തുടങ്ങി. ശരിയാ, ചിങ്ങാവറയില്ലേ. ഇപ്പോഴാണ് ഒരു മഴ പെയ്യുന്നത്. ഒരു ദിവസം പെയ്തിട്ടുള്ളൂ, അപ്പോഴേക്കും നമ്മുടെ കേരളം മുങ്ങി. ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ഒറ്റ ദിവസം മഴ പെയ്യുമ്പോഴേക്കും ഒരു ദിവസം മൊത്തം പെയ്ത് 2 മണിക്കൂർ ആകുമ്പോഴേക്കും ഓരോ സ്ഥലത്തൊക്കെ മുങ്ങി എന്നൊക്കെ പറയട്ടെ. ഇവിടെ കാണിച്ചു തരാട്ടെ, അവിടെ വെള്ളം. അങ്ങനെ മഴ ഏകദേശം ഇങ്ങനെ തോർന്നു എന്ന് പറഞ്ഞാൽ നിന്നിട്ടില്ല, ചെറുതായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ ഈ പുത്തൻ കടയിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു പുതുപുത്തൻ കട. ഈ കടയുടെ നമ്മൾ ജയ്ഹിന്ദ് മാർക്കറ്റിലെ നമ്മൾ പോപ്പുലർ പ്ലാസ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിൽ പോകാറുണ്ടല്ലോ നമ്മൾ പലചരക്കൊക്കെ എടുക്കാനായിട്ട്. അവരുടെ തന്നെ വേറൊരു ബ്രാഞ്ചാണ് കേട്ടോ ഇത്. പോപ്പുലർ ബസാർ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങിയതാണ്. ഇത് നമ്മുടെ കണ്ണംകുളങ്ങര, തൃശ്ശൂർ കണ്ണംകുളം, ശക്തനിൽ നിന്ന് കണ്ണംകുളങ്ങര ആ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വലിയൊരു ഷോറൂമായിട്ട് പുതിയത് ആരംഭിച്ചതാണ്. അപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു, ഉദ്ഘാടനമൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഒന്ന് വന്ന് കയറി നോക്കാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന്. ഭയങ്കര സ്പേസസ് ആയിട്ടുള്ള വളരെ നല്ല കുറേ സാധനങ്ങൾ അവർ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഒതുക്കി പറക്കൊക്കെ വെക്കുന്ന ഒരു ഇതിലാണ് ഞങ്ങൾ ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് നല്ല മാർക്കറ്റ് വാല്യൂവിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് എടുക്കാനും പിന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാറുണ്ട്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവരെ കയ്യിൽ നിന്ന് തന്നെയാണ് സാധനങ്ങൾ നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് വിശ്വസിച്ചിട്ട് ആ സാധനങ്ങളെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവരത് മാറ്റിയും തരാറുണ്ട് ഞങ്ങൾക്ക്. ഞാൻ ഒരുപാട് നമുക്ക് എന്തെങ്കിലും ഒരു ഇതുമല്ല എനിക്ക് ഇങ്ങനത്തെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മാറ്റി വെച്ച് വേറെ എടുത്ത് കൊടുക്കാൻ പറയും. അങ്ങനെ അത്രയും നമ്മളോട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കസ്റ്റമർ ഡീലിങ്സ് ഭയങ്കര സന്തോഷത്തോടു കൂടി നമുക്ക് പോയി വരാൻ പറ്റാവുന്ന ഒരു നല്ല ആൾക്കാരാണ്. ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ളവരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വിനീഗറൊക്കെ എടുത്തു. വിനീഗർ നമുക്ക് അത്യാവശ്യമാണല്ലോ. എനിക്ക് ഒന്ന് കഴിക്കാനും ഒന്ന് നമ്മുടെ അത്യാവശ്യം നമ്മുടെ വീടിൻ്റെ പുറമേ ഉള്ള ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ആവശ്യമാണ്. മീൻ കഴുകാനും പിന്നെ നമുക്ക് ജനാലും വാതിലുകളൊക്കെ തുടയ്ക്കാനും ഒക്കെ നമുക്ക് വിനീഗർ ഒരു അത്യാവശ്യമാണെന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. ഇവിടെ നല്ല നമ്മുടെ കല്യാണിൽ പോയിട്ട് നമ്മളിങ്ങനെ നടക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്ന് അത് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നടന്നതാണ്. ഇതൊക്കെയാണ് രസം. വെജിറ്റബിൾ ചിപ്സ് മേടിക്കാം. അങ്ങനെ വെജിറ്റബിൾ ചിപ്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കാം. അടിപൊളി ടേസ്റ്റ് ഉണ്ട്, ഞാൻ കഴിച്ചു നോക്കി, നല്ലത്. ഇത് ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ. ഇത് 150 മതിട്ടാ. ഇതൊന്നും ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും വാങ്ങിക്കാറില്ലേ പോപ്പുലർ പ്ലാസ, അവിടെ നിന്ന് തന്നെ ഉള്ള സംഭവങ്ങളാണ്. കുറേ സാധനങ്ങളുണ്ട്. ഇനി ഇവിടെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ അവിടെയല്ലേ, അവിടെയുണ്ട് കേട്ടോ. അവിടെയുണ്ട് ഒരു ഷോപ്പ്, ഇവിടെയുണ്ട് ഷോപ്പ്, ഇനി ഇവിടെയുണ്ട് ഷോപ്പ്, അവിടെയുണ്ട് ഷോപ്പ്.
അങ്ങനെ നമ്മൾ വീണ്ടും വേറെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേറെ ഷോപ്പുകളിലൊക്കെ പോകാണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമുക്ക് ഭക്ഷണം ഫുഡാണ് ബിഗിലേ മുഖ്യം എന്ന് പറഞ്ഞോണം ഫുഡ് അടിക്കാനായിട്ട് വന്നു. നമ്മളിന്ന് വെച്ച് കഴിക്കാനായിട്ട് വിചാരിച്ചു. അപ്പോൾ ഏറ്റവും നല്ലതൊന്ന് ഭാരതും ഒന്ന് പത്തൻസും ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, വെജിറ്റേറിയൻ ഹോട്ടല്. ഇനിയും അതിനേക്കാൾ നല്ലതൊക്കെ ഗുരുവായൂരപ്പൻ ടിഫിൻ അതൊക്കെ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് ഈ പ്രാവശ്യം പത്തൻസിലേക്കാണ് വന്നത്. പത്തൻസിൽ നിന്ന് കഴിച്ചിട്ട് കുറേ നാളെ. അപ്പോൾ പത്തൻസിലേക്ക് ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ആദ്യം തന്നെ ഒരു കോഫി എടുത്ത് കുടിച്ചു. എന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത സംഭവത്തിന് കുറച്ച് സമയം പിടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ടൊമാറ്റോ ഊത്തപ്പം, ഏട്ടൻ ഭട്ടൂര, പിന്നെ ഡ്രാഗൺ പനീർ, അതൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ്റെ ഭട്ടൂര കണ്ടോ, അപ്പം ഇത്തിരി ഭയങ്കര വലിപ്പമാണ് ഭട്ടൂരയ്ക്ക് കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ കുതിർത്ത് കഴിഞ്ഞ് ഇത്തിരി തണുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു പൊട്ടിക്കാൻ കുറച്ച് പ്രയാസം. ഭട്ടൂര എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ്. പക്ഷേ എനിക്ക് പിന്നെ അതങ്ങോട്ട് ഒരു ഈ ചൂടോട് കൂടി 2-3 വായിക്ക് കഴിക്കാം. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ പോയി. അതുകൊണ്ടാണ് എനിക്ക് ഭട്ടൂര വലിയ. ഏട്ടന് എപ്പോഴും ഭട്ടൂര അതാണ് കൂടുതലും. ഏട്ടന് ഭട്ടൂരയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ ഭട്ടൂരയുടെ ചനാ മസാല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഭാരതിയിലത്തെ ചനാ മസാലയിലും പത്തൻസിലെ ചനാ മസാല എല്ലാം ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. എല്ലാത്തിൻ്റെയും ടേസ്റ്റിന് ഭയങ്കര വ്യത്യാസമുണ്ട്. അയ്യോ, എൻ്റെ തക്കാളി ഊത്തപ്പം വന്നി. അപ്പം അങ്ങനെ തക്കാളി ഊത്തപ്പത്തിന് ഭയങ്കര ടേസ്റ്റാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, തക്കാളി ഇങ്ങനെ വെച്ച് നമ്മളുടെ ഇപ്പം എത്ര നമ്മൾ ഉണ്ടാക്കിയാലും പുറമേ നിന്ന് ഒരാൾ ഉണ്ടാക്കി തരുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റാണ്. അത് പ്രത്യേകിച്ച് ഒരു ഹോട്ടലും കൂടിയാണെങ്കിൽ ടേസ്റ്റിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ വായലിങ്ങനെ വെള്ളം ഇങ്ങനെ വാർന്നു വരിക. മാസത്തിലേ ഒരിക്കൽ ഇതേപോലെ ഒരു ഫുഡ് കഴിക്കുകയെന്ന് വെച്ചാൽ അതൊരു ഭയങ്കര ഒരു കാര്യമാണ്. നമുക്ക് പൈസയൊക്കെ നന്നായിട്ട് പോയെങ്കിലും അത്യാവശ്യമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഒക്കെ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ് ഞാൻ. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതാണ് ഡ്രാഗൺ പനീർ കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നേ. ഞാൻ ഏറ്റവും ആദ്യം അതിൻ്റെ ഉള്ളിയാണ് എടുത്ത് കഴിച്ച് നോക്കിയത്. എനിക്ക് ഉള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തണുക്കുമ്പോൾ ഒരു എന്താ പറയുക, മധുരം ഫീൽ ചെയ്യാം. നമുക്കൊരു സ്വീറ്റ് ആയിട്ട് നമുക്ക് തോന്നാം. അല്ലാണ്ട് സ്വീറ്റ് ഇഷ്ടമാണ് എനിക്ക്. എരിവും അതുപോലെ മധുരവും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്വാദുണ്ടല്ലോ, ആ സ്വാദ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഒരുപാട് അത് കഴിഞ്ഞ് പിന്നെ വല്ലാത്ത മധുരം വരില്ല. ആ ഒരു മധുര ടേസ്റ്റ് എനിക്ക് തണുക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ഇത്തിരി കൂടുതൽ മധുരം മുന്നോട്ട് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ചുവന്ന മുളക് ചട്നി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത്തിരി ലൂസായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. ഞങ്ങൾ കുറച്ചു പോലും ബാക്കി വെച്ചില്ല, തുണ്ട് പോലും ബാക്കി വെച്ചില്ല. അത്ര അധികം ഞങ്ങൾ ഫുഡ് കഴിച്ചു, ആസ്വദിച്ച് കഴിച്ചു, സമാധാനത്തോടെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വേറെ ഷോപ്പിങ്ങിന് ഇറങ്ങി. കാരണം മഴയുള്ള കാരണം ഇനി നല്ല മഴ പിടിച്ച് എന്താവോ എങ്ങനെയാവോ എന്തൊക്കെയാണ് എന്ന് നമുക്കൊരു വെടിയില്ലാണ്ടിരിക്കല്ലേ. ഇപ്പം ഈ ചേട്ടനെ കണ്ടുട്ടോ. ഈ ചേട്ടൻ ഇവിടെ ആദ്യം സപ്ലയറായിട്ട് ഇരുന്നിരുന്നു. പാവം ചേട്ടൻ വയസ്സായപ്പോൾ ആ ചേട്ടനെ അവര് കണക്ക് എഴുതാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ക്ലർക്കാക്കി എന്നൊക്കെ പറഞ്ഞു. പാവം ചേട്ടൻ നല്ലൊരു ചേട്ടനായിരുന്നു. ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് ചേട്ടന് ജോലി നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ വയസ്സായി എന്ന് പറഞ്ഞിട്ട്. അതൊരു നല്ലൊരു കാര്യമല്ലേ. അജിന്തി പ്രിസ ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.